മൈ ചാനൽ ഓൾ ഇൻ വൺ. ഇന്ന് ആക്ച്വലി സ്കൂളിൽ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ലീവായിരുന്നു. KSUവിൻ്റെ ബന്ദില്ലേ, അപ്പോൾ അതായിരുന്നു. അത് കാരണം കൊണ്ട് അപ്പം ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. എന്തായാലും പോവുമല്ലേ, അപ്പോൾ പിന്നെ എന്നാൽ തിരുമുല്ലാവരം ബീച്ചിൽ വന്നേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര വെയിലാണ്. സൺസ്ക്രീനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വൈകുന്നേരം ആണെങ്കിൽ ഇതിനേക്കാളും നല്ല സൂപ്പറായിരുന്നേനും. എന്തായാലും ഞാൻ ആ പോയിന്റിലൊന്ന് പോയി നിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ആ പോയിന്റ്. ഇതൊരു മുട്ടാണ് കേട്ടോ. പിന്നെ നോക്ക്, ആ കാണുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി. അവിടെ അങ്ങേ അറ്റുള്ളത് പാറയാട്ടോ. നമുക്ക് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കയറി നമുക്ക് ആ പാറയിൽ കയറി നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് കാണുന്നു, വീഡിയോയിൽ കാണാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ദേ അങ്ങ് കാണുന്നുണ്ടോ ലൈറ്റ് ഹൗസ്? സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി. പാറ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. വെയിലായതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. വൈകുന്നേരം ആണെങ്കിൽ ഇതിലും പൊളിച്ചേനുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഡ്യൂറേഷൻ വേണം, കൊണ്ടുവന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, കൊള്ളാം. തിരുമുല്ലാവാരം ബീച്ചിൽ നിന്ന് തങ്കശ്ശേരിയിലെത്തിയിട്ടുണ്ട്. തങ്കശ്ശേരി കോട്ടയിലെത്തിയിട്ടുണ്ട്. നമുക്ക് തങ്കശ്ശേരി കോട്ട, ഇതാണ് തങ്കശ്ശേരി കോട്ട. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. തങ്കശ്ശേരി കോട്ട കാണാൻ വന്നപ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കാൻ സ്പോട്ട് കിട്ടി ഗായ്സ്. ഓടി വന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് മഹത്തായ തങ്കശ്ശേരി കോട്ട. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ തങ്കശ്ശേരിയിൽ വരണം. തങ്കശ്ശേരിയിൽ വന്നാൽ പിന്നെ തങ്കശ്ശേരി കോട്ട കാണാൻ വരാൻ മറക്കല്ലേ. കാരണം അത് അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റൈലൊന്നുമല്ല. അത് കുറച്ച് പൊട്ടിപ്പോയ ഭാഗങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ഭംഗി തന്നെയാണത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ ബോട്ടൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇവിടെ. പിന്നെ അവിടെ നമുക്ക് മീനൊക്കെ മേടിക്കാൻ വേണ്ടി പോകാൻ പറ്റും. അവിടെ ഷെഡ് കെട്ടിയിട്ടുണ്ട്. ഹാർബർ ദേ കാണുന്നതാണ് ഹാർബർ. നീളത്തിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 3 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് തങ്കശ്ശേരി നേരെ വാടി വരെയാണെന്ന് തോന്നുന്നു. വാടി വരെയല്ലേ, കറക്റ്റായിട്ട് വാടി വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ 3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നന്നായിട്ട് വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇങ്ങ് വാടി വരെ നമുക്ക് 3 കിലോമീറ്റർ സുഖമായിട്ട് നടന്നു പോകാം. നല്ല ഭംഗിയാണ്. നടുക്കൂടെ കടലിൻ്റെ നടുക്കൂടെയൊക്കെ നടക്കുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസും കാണാനെത്തി. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസും കാണാൻ മറക്കരുത്. നടന്ന് വയ്യ, സ്റ്റെപ്പ് കയറി എത്താത്ത രീതിയിലുള്ള ഏറ്റവും വാവ്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തങ്കശ്ശേരി മൊത്തവും കാണാം. തങ്കശ്ശേരിയും കാണാം, ചിന്നക്കട, അതായത് ബെൻസർ ഹോസ്പിറ്റൽ, RP മോൾഡ്, അതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇൻഫൻറ്റ് ജീസസ് സ്കൂള്, മൗണ്ട് കാർമൽ, ഇതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയായി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ വേണ്ടി. പിന്നെ ഹാർബർ, താഴെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഹാർബറിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. ദോ ആ കാണുന്ന പോയിന്റ് കണ്ടോ? നമ്മൾ തിരുമുല്ലാവാരം ബീച്ചിൽ പോയില്ലേ, അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ കയറുന്നൊരു വീഡിയോ എടുത്തില്ലായിരുന്നോ? അതാണ് ആ പോയിന്റ്. ലൈറ്റ് ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു ബോട്ടിൽ വെള്ളം അങ്ങനെ മേടിച്ചങ്ങ് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ലീവ് ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.